ഇന്ന് നമ്മൾ വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 8-ാം വാക്യം മുതൽ സ്മിർന്നയിലെ സഭയുടെ ദൂതന് എഴുതുക എന്ന് പറയുന്ന ഭാഗം മുതൽ നോക്കാം. മരിച്ചവനായിരുന്നു വീണ്ടും ജീവിക്കുകയും ചെയ്ത ആദ്യനും അന്ത്യനുമായവൻ അരുളി ചെയ്യുന്നത് യേശുക്രിസ്തുവിനെ കുറിച്ചാണ്. ആദ്യനും അന്ത്യനും, എങ്ങനെയാണ് യേശു ആദ്യനും അന്ത്യനുമായിരിക്കുന്നതെന്ന് ഇതിനു മുമ്പുള്ള വിഷയത്തിൽ നമ്മൾ വ്യക്തമാക്കിയതാണ്. ഞാൻ നിന്റെ കഷ്ടതയും ദാരിദ്ര്യവും നീ ധനവാനാകുന്നതാനും തങ്ങൾ യഹൂദർ എന്ന് പറയുന്നുവെങ്കിലും യഹൂദരല്ല, സാത്താൻ്റെ പള്ളിക്കാരായവരുടെ ദൂഷണവും അറിയുന്നു. സ്മിർന്നയിലെ സഭയുടെ സഹിഷ്ണുതയെക്കുറിച്ച് ഇവിടെ പറയുന്നു. യഹൂദരെന്ന് പറയുന്നുവെങ്കിലും യഹൂദരല്ല, സാത്താൻ്റെ പള്ളിക്കാരായവരുടെ ദൂഷണം. നീ സഹിപ്പാനുള്ളത് പേടിക്കണ്ട. ഇവിടെ പ്രയോഗം സാത്താൻ്റെ പള്ളിക്കാരായവരുടെ ദൂഷണം. നമ്മൾ എന്താണ് സാത്താൻ്റെ പള്ളിക്കാരുടെ ദൂഷണം, ദുരുപദേശം എന്തെല്ലാമാണ്? അപ്പോസ്തലന്മാരുടെ കാലത്ത് തന്നെ ദുരുപദേശങ്ങൾ സഭയിൽ പ്രചരിപ്പിക്കുന്ന ഒരു വിഭാഗം ഉണ്ടായിരുന്നു. അവരെക്കുറിച്ച് മുന്നമേ തന്നെ അപ്പോസ്തലന്മാർ പറഞ്ഞിട്ടുണ്ട്. കള്ളപ്രവാചകന്മാർ പലരും എഴുന്നേൽക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. യോഹന്നാൻ അപ്പോസ്തലൻ്റെ ലേഖനങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ കള്ളപ്രവാചകന്മാരെക്കുറിച്ച് പറയുന്നുണ്ട്. അവർ അന്ത്യകാലത്തും എഴുന്നേൽക്കും, ഇപ്പോഴേ തന്നെ നിങ്ങളുടെ ഇടയിൽ എഴുന്നേറ്റിരിക്കുന്നു. അപ്പോൾ ഇവിടെ ഈ ദൂഷണം പറയുന്ന കള്ളപ്രവാചകന്മാർ സത്യസഭയിൽ നിന്നും വേർപിരിഞ്ഞു പോയവരാണ്. അതിനെക്കുറിച്ച് അപ്പോസ്തലൻ പറയുന്നുണ്ട്. അവർ നമ്മുടെ ഇടയിൽ നിന്ന് പുറപ്പെട്ടു, അവർ നമുക്കുള്ളവരായിരുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പം സത്യസഭയിൽ നിന്നാണ് ഈ ദുരുപദേശങ്ങൾ പ്രചരിപ്പിക്കുന്ന സഭയും പ്രസ്ഥാനവും ഉടലെടുത്തത്. അത് നിനക്ക് സഹിച്ചുകൂടാവുന്നതാണെന്ന് നീ അറിയുന്നു. അതുകൊണ്ട് നീ സഹിപ്പാനുള്ളത് പേടിക്കണ്ട. ദുരുപദേശങ്ങളുടെ പേരിൽ പലവിധമായ പീഡനങ്ങൾ അപ്പോസ്തലന്മാരുടെ പിന്തുടർന്നു വരുന്ന സത്യവിശ്വാസികൾക്ക് ഉണ്ടാകുമെന്ന് കർത്താവ് മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. അതുകൊണ്ട് നീ സഹിപ്പാനുള്ളത് പേടിക്കേണ്ട. അപ്പോസ്തലന്മാരുടെ ശേഷം വന്ന ദൈവത്തിൻ്റെ ദാസന്മാരെ എന്തെല്ലാം രീതികളിലാണ് പീഡിപ്പിച്ചിട്ടുള്ളതെന്ന് സഭാചരിത്രങ്ങൾ പഠിക്കുന്ന എല്ലാ ആളുകൾക്കും അറിയാവുന്നതാണ്. ഏതെല്ലാം വിധങ്ങളിലാണ് സത്യത്തിന് സാക്ഷി നിന്ന അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട ആ സഹോദരങ്ങളെ പീഡിപ്പിച്ചതും കൊന്നതും എങ്ങനെയാണ്? അതെല്ലാം നിക്കോലാവ്യരുടെ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ട്. നിക്കോലാവ്യരെ സാത്താൻ ഉപകരണമായിട്ട് എടുത്തു. കർത്താവിൻ്റെയും ശിഷ്യന്മാരുടെയും മരണശേഷം സാത്താൻ വളരെ പ്രബലനായിത്തീർന്നു. അത് ദൈവം അനുവദിച്ചിട്ട് തന്നെയാണ്. സഭയെ ശുദ്ധീകരിക്കുന്നതിന് വേണ്ടി
നിങ്ങളിൽ കൊള്ളാകുന്നവൻ തെളിയേണ്ടതിന് ഭിന്നപക്ഷങ്ങളിൽ നിങ്ങളിൽ ആവശ്യമെന്ന് അപ്പോസ്തലൻ പറയുന്നുണ്ട്. അങ്ങനെ സത്യസഭ പൂർണ്ണമായ സത്യത്തിൽ തന്നെ ഉറച്ചു നിന്നു. അതിൻ്റെ പേരിൽ പലരും കൊല്ലപ്പെടേണ്ടി വന്നു. അപ്പോ നീ സഹിപ്പാനുള്ളത് പേടിക്കേണ്ട. നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് പിശാച് നിങ്ങളിൽ ചിലരെ തടവിലാക്കാൻ പോകുന്നു. ഇവിടെ ഒരു പരീക്ഷ നടത്തുന്ന പുള്ളി വരുന്നുണ്ട്. പരീക്ഷകൻ പിശാചിൻ്റെ മറ്റൊരു പര്യായ നാമമാണ് പരീക്ഷകൻ. നമ്മുടെ കർത്താവ് 40 ദിവസം ഉപവസിച്ചു. അതിൻ്റെ ശേഷം യേശുവിന് വിശന്നു. അപ്പോൾ പിശാച് അടുത്ത് ചെന്നു, പരീക്ഷകൻ അടുത്ത് ചെന്നു. പരീക്ഷകൻ എന്നൊരു പേര് പിശാചനുണ്ട്. അപ്പൊ പിശാച് നിങ്ങളിൽ ചിലരെ പരീക്ഷിക്കേണ്ടതിന് തടവിലാക്കുവാൻ പോകുന്നു. 10 ദിവസം നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാവും. 10 ദിവസമാണ് വലിയ കുഴപ്പമില്ല, എങ്ങനെയും പിടിച്ചേക്കാം അല്ലേ? 10 ദിവസം കൊണ്ട് തീരുമല്ലോ. പക്ഷേ കർത്താവ് പറയുന്നത് മരണപര്യന്തം വിശ്വസ്തനായിരിക്കാന്ന. 10 ദിവസം എന്ന് പറഞ്ഞു, എന്നിട്ട് പറയുന്നത് മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക എന്ന് പറഞ്ഞു. അപ്പം ഈ 10 എന്ന് പറഞ്ഞാൽ വെറും ഒരു 10 ദിവസത്തെ ഉദ്ദേശിച്ചല്ല. 10 എന്നുള്ളത് ഒരു പൂർണ്ണതയാണ്. പൂർണ്ണമായ നിങ്ങളുടെ ആയുഷ്കാലം വരെ നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാവും എന്നുള്ളതാണ്. മരണപര്യന്തം വിശ്വസ്തനായിരിക്കാം. എന്നാൽ ഞാൻ ജീവകിരീടം നിനക്ക് തരും. യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ലഭിക്കുന്ന പ്രതിഫലമാകുന്ന നിത്യജീവൻ ലഭിക്കാൻ നമ്മൾ ഏതാനും ദിവസങ്ങളോ ഏതാനും കാലങ്ങളോ മാത്രം പ്രതിഷ്ഠയിൽ ജീവിച്ചാൽ പോരാ, മരണപര്യന്തം പ്രതിഷ്ഠിക്കപ്പെടണമെന്നാണ്. മരണപര്യന്തം വിശ്വസ്തനായിരിക്കണം. ഒരാളെ സംബന്ധിച്ച് യേശുക്രിസ്തുവിൽ വിശ്വാസം അർപ്പിക്കുന്നു, സ്നാനപ്പെടുന്നു, തിരുവത്താഴത്തിൽ പങ്കുചേരുന്നു, കൂട്ടായ്മകൾ കൂടുന്നു, വചനം പഠിക്കുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മരിക്കുന്നതുവരെ ചെയ്യണം. ഇടയ്ക്ക് വെച്ച് നിർത്താൻ പറ്റില്ല. ഇടയ്ക്ക് വെച്ച് നിർത്തിയാൽ ജീവകിരീടം ലഭിക്കുകയില്ല. നിത്യജീവന് അയോഗ്യനെന്ന് എഴുതും. അവിടെ ചുവന്ന മഷി കൊണ്ട് വരയ്ക്കും. അവൻ നിത്യജീവന് അയോഗ്യനാണ് എന്ന് വരയ്ക്കും. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുന്നവന് രണ്ടാം മരണത്താൽ ദോഷം വരികയില്ല. അപ്പൊ മരണപര്യന്തം വിശ്വസ്തരായി ജയിക്കുന്നവർക്ക് ജീവകിരീടം ലഭിക്കും. വിശ്വസ്തരല്ലാതെ ഇടയ്ക്ക് പിന്മാറുന്നവർ, അവർ രണ്ടാം മരണത്തിന് ഇരയായിത്തീരുമെന്ന. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പരിജ്ഞാനത്താൽ ലോകത്തിന്റെ മാലിന്യം വിട്ടോടിയവർ തോറ്റ് പിന്മാറിപ്പോയാൽ അവരെ മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിയുന്നതല്ല. ഒരിക്കൽ മാനസാന്തരപ്പെട്ടു, ദൈവരാജ്യത്തെയും യേശുക്രിസ്തുവിൻ്റെ മറിവിലയുടെ മഹത്വത്തെയും ദൈവസ്നേഹത്തെയും ഒക്കെ മനസ്സിലാക്കിയവർ
തോറ്റു പിന്മാറിയാൽ അവരെ മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ പിന്നെ രണ്ടാമതൊരു ചാൻസ് ഇല്ല എന്നാണ്. അതുകൊണ്ട് ജയിക്കുന്നതുവരെ പോരാടണം സത്യത്തിന് വേണ്ടി. യഹൂദന്മാരല്ലാതിരിക്കെ യഹൂദൻ എന്ന് പറഞ്ഞു വരും. യഹൂദന്റെ പ്രമാണം ഏതാ? ന്യായപ്രമാണമാണ്. ക്രിസ്തുവിൻ്റെ ക്രൂശുമരണവും പുനരുദ്ധാനവും രണ്ടാം വരവെന്ന് യഹൂദന് വിഷയമല്ല. യഹൂദന്റെ ന്യായപ്രമാണം പിന്നെയും ക്രിസ്ത്യാനികളെ പഠിപ്പിക്കുവാനാണ് യഹൂദന്മാരെന്ന് പറഞ്ഞു വന്ന കള്ള സഹോദരങ്ങൾ സ്മിർന്നയിലെ സഭയിൽ എഴുന്നേറ്റ് വന്നു. അവരെല്ലാം സാത്താൻ്റെ ഉപദേശങ്ങളിൽ കുടുങ്ങി വന്നവരാണ്. ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷത്തിൻ്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ ഈ ലോകത്തിൻ്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കിയിരിക്കുന്നു. പിശാചിന് ഇട്ടിരിക്കുന്ന ഒരു സ്ഥാനപ്പേര, കർത്താവ് ഇട്ടിരിക്കുന്ന ഒരു സ്ഥാനപ്പേര ഈ ലോകത്തിൻ്റെ ദൈവം എന്ന്. അപ്പം ഇവിടെ ആ ഈ ലോകത്തിൻ്റെ ദൈവത്തെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് പിശാചെന്ന. പിശാച് നിങ്ങളിൽ ചിലരെ തടവിലാക്കാൻ പോകുന്നു. ഒരു പിശാചിനുള്ള ഒരു വ്യക്തിനാമം പോലെ നമുക്ക് തോന്നും. അത് ശരിയാണോ നമുക്ക് പരിശോധിക്കാം. യെശയ്യാ പ്രവചനം 14-ാം അധ്യായത്തിലും എസെക്കിയേൽ പ്രവചനം 28-ാം അധ്യായത്തിലും പിശാചിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ പിശാച് ആരാണ് എന്ന് നമുക്ക് ഒന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഈ സ്മിർന്നയിലെ സഭയുടെ വിശേഷങ്ങൾ പറയുമ്പോൾ പിശാചിൻ്റെ പേര് ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ പിശാചിനെ കുറിച്ചൊരു ഒരാലോചന നമ്മൾ പഠിക്കുന്നത് നന്നായിരിക്കും. ആരാണ് പിശാച്? പിശാചിൻ്റെ ഉദ്ദേശം എന്താണ്? പിശാചിൻ്റെ നാശം എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച്. യോബിൻ്റെ പുസ്തകം 38-ാം അധ്യായത്തിൽ 2 വ്യക്തികളെക്കുറിച്ച് പറയുന്നുണ്ട്. നമുക്ക് അതൊന്ന് വായിക്കാം. ആദ്യം തന്നെ അവിടെ പറയുന്ന 2 വ്യക്തികൾ ആരാണ്? ഈ പിശാച് എന്ന് പറയുന്ന ആ വ്യക്തിക്ക് മറ്റുള്ള ദൂതന്മാരെ അപേക്ഷിച്ച് വളരെ വിശേഷത വേദപുസ്തകത്തിലുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് ആ ഭാഗം ഒന്ന് വായിക്കാൻ നോക്കും. നക്ഷത്രങ്ങൾ ഒന്നിച്ച് ഘോഷിച്ചുല്ലസിക്കുകയും ദേവദൂതന്മാരെല്ലാം സന്തോഷിച്ചാക്കുകയും ചെയ്തപ്പോൾ. 38-ന്റെ എത്രാം വാക്യ? 6. ഇയ്യോബ് 38-ന്റെ 6-ൽ പ്രഭാത നക്ഷത്രങ്ങൾ എന്ന് പറയുന്നു. ഇവിടെ പ്രഭാത നക്ഷത്രങ്ങൾ എന്ന് ബഹുവചനത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ 2 നക്ഷത്രങ്ങൾ, ഒന്ന് ദൈവത്തിൻ്റെ പുത്രനും ഒന്ന് ദൈവത്തിൻ്റെ പുത്രൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ട ലൂസിഫർ എന്ന് പറയുന്ന ദൂതനുമാണ്. ആ ദൂതനാണ് പിന്നീട് ഏദൻ തോട്ടത്തിൽ പ്രത്യക്ഷനാകുന്നത്. ഏദൻ തോട്ടത്തിൽ മനുഷ്യൻ്റെ മേൽനോട്ടത്തിന് ലൂസിഫറിനെ ദൈവം അനുവദിച്ചിരുന്നു. ആ ലൂസിഫറാണ് മനുഷ്യനെ, ആദാമിനെ തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിച്ചത്. അതിനെക്കുറിച്ച് നമുക്ക് എസെക്കിയേൽ പ്രവചനം 28-ാം അധ്യായത്തിൽ നിന്ന് ചില കാര്യങ്ങൾ നോക്കാം.
28-ന്റെ എത്രയല്ല 11. 11 മുതൽ. ആ യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ, മനുഷ്യപുത്ര, നീ സോർ രാജാവിനെ കുറിച്ചൊരു വിലാപം തുടങ്ങി അവനോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നീ മാതൃകാ മുദ്രയാകുന്നു. നീ ജ്ഞാനസമ്പൂർണനും സൗന്ദര്യ സമ്പൂർണനും തന്നെ. നീ ദൈവത്തിന്റെ തോട്ടമായ ഏദനിൽ ആയിരുന്നു. താമ്രമണി, പീതരത്നം, വജ്രം, പുഷ്പരാഗം, ഗോമേതകം, സൂര്യകാന്തം, നീലക്കല്ല്, മാണിക്യം, മരതകം മുതലായ സകല രത്നങ്ങളും നിന്നെ മൂടിയിരുന്നു. നിന്നെ തീർത്ത നാളിൽ നിന്നിൽ ഉള്ള തടങ്ങളുടെ കൂടുകളുടെയും പണി പൊന്നുകൊണ്ടുള്ളതായിരുന്നു. നീ ചിറകു വിടർത്തി മറയ്ക്കുന്ന കെരൂബ് ആകുന്നു. ഞാൻ നിന്നെ വിശുദ്ധ ദേവപർവ്വതത്തിൽ ഇരുത്തിയിരുന്നു. നീ അഗ്നിമയ രഥങ്ങളുടെ മധ്യേ സഞ്ചരിച്ചു പോന്നു. നിന്നെ സൃഷ്ടിച്ച നാൾ മുതൽ നിങ്ങൾ നീതികേട് കണ്ടതുവരെ നീ നടപ്പിൽ നിഷ്കളങ്കനായിരുന്നു. നിന്റെ വ്യാപാരത്തിന്റെ പെരുപ്പം നിമിത്തം നിന്റെ അന്തർഭാഗം സാഹസം കൊണ്ട് നിറഞ്ഞു. നീ പാപം ചെയ്തു. അതുകൊണ്ട് ഞാൻ നിന്നെ അശുദ്ധൻ എന്നെണ്ണി ദേവപർവ്വതത്തിൽ നിന്ന് തള്ളിക്കളഞ്ഞു. മറക്കുന്ന കെരൂബേ, ഞാൻ നിന്നെ അഗ്നിമയ രഥങ്ങളുടെ മധ്യയിൽ നിന്ന് മുടിച്ചു കളഞ്ഞു. നിന്റെ സൗന്ദര്യം നിമിത്തം നിന്റെ ഹൃദയം ഗർവിച്ചു. നിന്റെ പ്രഭ നിമിത്തം നീ നിന്റെ ജ്ഞാനത്തെ വഷളാക്കി. ഞാൻ നിന്നെ നിലത്തു തള്ളിയിട്ടു. രാജാക്കന്മാർ നിന്നെ കണ്ട് രസിക്കത്തക്കവണ്ണം നിന്നെ അവരുടെ മുമ്പിൽ ഇട്ടുകളഞ്ഞു. നിന്റെ അകൃത്യ ബാഹുല്യം കൊണ്ടും നിന്റെ വ്യാപാരത്തിന്റെ നീതി കൊണ്ടുകൊണ്ടും നീ നിന്റെ വിശുദ്ധ മന്ദിരങ്ങളെ അശുദ്ധമാക്കി. അത് മതി. എസെക്കിയേൽ 28-ന്റെ 11 മുതൽ ഉള്ള വാക്യങ്ങളിൽ ലൂസിഫറിനെ കുറിച്ചാണ് വിവരിച്ചിരിക്കുന്നത്. അദ്ദേഹത്തെ സോർ രാജാവിനോട് ഉപമിക്കുക. സോർ രാജാവ് ഇസ്രായേലിന്റെ ഒരു ശത്രുവായിരുന്നു. അദ്ദേഹം അഹങ്കാരിയായിരുന്നു. ദൈവത്തിന് വിരോധമായി പ്രവർത്തിക്കുന്ന ഒരു സ്വഭാവമായി. നീ മാതൃകാ മുദ്രയാകുന്നു. സോർ രാജാവിനോട് ഉപമിച്ചുകൊണ്ട് ലൂസിഫറിനെ കുറിച്ച്, പിശാചിനെ കുറിച്ച് വിവരിക്കുന്ന ഭാഗമാണ്. നീ മാതൃകാ മുദ്രയാകുന്നു. ജ്ഞാനസമ്പൂർണനും സൗന്ദര്യസമ്പൂർണനും തന്നെ. നീ ദൈവത്തിന്റെ തോട്ടമായ ഏദനിൽ ആയിരുന്നു. മുമ്പേ ഞാൻ പറഞ്ഞല്ലോ, ഏദൻ തോട്ടത്തില് ദൈവമാക്കിയിരുന്ന ദൂതനാണ് ലൂസിഫർ. പ്രകാശവാഹകൻ എന്ന അദ്ദേഹത്തിൻ്റെ ആ പേരിൻ്റെ അർത്ഥം. നീ മാതൃകാ മുദ്രയാകുന്നു. ആർക്ക് മാതൃക? ആർക്ക് മാതൃകയായിട്ടാണ് ഈ ദൂതനെ സൃഷ്ടിച്ചിരിക്കുന്നത്? മറ്റെല്ലാ ദൂതന്മാർക്കും മാതൃകയാണ്. കർത്താവിൻ്റെ മാതൃകയല്ല. കർത്താവിന് മാതൃകയല്ല. മറ്റെല്ലാ ദൂതന്മാർക്കും മാതൃകയായിരിക്കേണ്ടവനാണ് ഈ ദൂതൻ. മാതൃകയായോ? ഇല്ല. അദ്ദേഹത്തിൻ്റെ സ്വഭാവം നേരെ വിപരീതമാണ്. ആദാമും എല്ലാവർക്കും മാതൃകയായിരിക്കേണ്ടവനാ. ആദാം മാതൃകയായോ? ആദാം മാതൃകയായോ? ആദാം ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ചു. ആദാമും മാതൃകാ മുദ്രയൊന്നുമല്ല ആരുടെയും. ഈ ദൂതനും മാതൃകയല്ല. അനുസരണക്കേട് ആര് കാണിക്കുന്നോ അവൻ മാതൃകയല്ല. അനുസരണം കാണിക്കുന്നവനാണ് മാതൃക. അപ്പോൾ അതവിടെ വ്യക്തമായില്ലേ വരുവാനുള്ളവൻ്റെ മാതൃകയാണോ? വ്യക്തമായില്ലേ? അങ്ങനെ കുറേശ്ശെ വ്യക്തമായാൽ മതി. മരുന്ന് കണ്ടമാനം മരുന്ന് കൊടുക്കുമ്പോൾ
വയറുവേദനയ്ക്ക് കൊടുക്കണ മരുന്ന് ഡോസ് കൂടിയാൽ അത് ആള് ചത്തുപോകും ചിലപ്പോൾ, അല്ലേ? കൃത്യം കൊടുക്കുകയാണെങ്കിൽ അത് ഗുണം ചെയ്യും. അപ്പോൾ ഓരോ കാര്യത്തിനും ഇങ്ങനെ കുറേശ്ശെ മറുപടി വന്നാൽ മതി. അപ്പോൾ നീ മാതൃകാമുദ്രയാകുന്നു, നീ ജ്ഞാനസമ്പൂർണനായിരുന്നു. ആദാം ജ്ഞാനസമ്പൂർണനായിരുന്നോ? ഇല്ല. ആദാമിന് നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവില്ലായിരുന്നു. പക്ഷെ ദൈവത്തിന്റെ ഈ ദൂതനോ ജ്ഞാനസമ്പൂർണനായിരുന്നു. ജ്ഞാനസമ്പൂർണൻ അല്ലായിരുന്നെങ്കിൽ എന്താ കുഴപ്പം? പിതാവിന് ഇനി അവസരം കൊടുക്കേണ്ടി വന്നേനെ. പിതാവിന് മാനസാന്തരപ്പെടാൻ അവസരം കൊടുക്കേണ്ടി വന്നേനെ നമ്മുടെ പിതാവായ ദൈവത്തിന്. പക്ഷേ ഇവൻ ജ്ഞാനസമ്പൂർണനായിരുന്നു. ആദാം ജ്ഞാനസമ്പൂർണനല്ലായിരുന്നു. അതുകൊണ്ട് ആദാമിന് ഇനി അവസരമുണ്ട്. നീ മാതൃകമുദ്രയാകുന്നു, നീ ജ്ഞാനസമ്പൂർണനും തന്നെ. നീ ദൈവത്തിന്റെ തോട്ടമായ ഏദനിലായിരുന്നു. അദ്ദേഹത്തെ അലങ്കരിച്ചിരിക്കുന്ന രത്നങ്ങളുടെ വിവരണമൊക്കെ ഇവിടെ പറയുന്നുണ്ട്. അതൊന്നും ഞാൻ കൂടുതൽ ഇവിടെ പറഞ്ഞ് നേരം കളയുന്നില്ല. നീ ചിറക് വിടർത്ത് മറയ്ക്കുന്ന കെരൂബാകുന്നു. ആരെ? ആദാമിന്റെ സംരക്ഷണം, ഏദൻ തോട്ടത്തിന്റെ പരിപാലനം, ഇതെല്ലാം ഈ ദൂതനായിരുന്നു. ചിറക് വിടർത്ത് മറയ്ക്കുന്ന കെരൂബായിരുന്നു. നീ ഏദൻ തോട്ടത്തിലായിരുന്നു. അപ്പൊ പിശാച് ലൂസിഫറിനെ കുറിച്ചായി പറഞ്ഞിരിക്കുന്നതെന്ന് വേദപുസ്തകം തന്നെ പറയുന്നത്. നമ്മുടെ അഭിപ്രായമാണോ? നമ്മുടെ അഭിപ്രായമല്ല, വേദപുസ്തകം പറയുന്ന കാര്യം നമ്മൾ പറയും. പിന്നെ ഞാൻ നിന്നെ വിശുദ്ധ ദേവപർവ്വതത്തിൽ ഇരുത്തിയിരുന്നു. അവിടെ ദൂതന്മാരുടെ എല്ലാം മേൽനോട്ടം ഇദ്ദേഹത്തിനായിരുന്നു. അതാണ് വിശുദ്ധ ദേവപർവ്വതത്തിൽ ഇരുത്തിയിരുന്നു. നീ അഗ്നിമയ രഥങ്ങളുടെ മധ്യേ സഞ്ചരിച്ചു പോന്നു. നിന്നെ സൃഷ്ടിച്ച നാൾ മുതൽ നിങ്ങൾ നീതികേട് കണ്ടതുവരെ നീ നടപ്പിൽ നിഷ്കളങ്കനായിരുന്നു. ഇതെല്ലാം ഈ വിവരണത്തിൽ നിന്നെല്ലാം നമ്മൾ എന്താ മനസ്സിലാക്കുന്നത്? ഈ ലൂസിഫർ എന്ന് പറയുന്ന ഈ ദൂതൻ ഒരു മഹാവ്യക്തിത്വമുള്ള ഒരു വ്യക്തിയായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. പിതാവായ ദൈവത്തെ പോലെയും നമ്മുടെ കർത്താവിനെ പോലെയും ഒരു മഹാവ്യക്തിത്വമുള്ള വ്യക്തിയാണ് ലൂസിഫർ. ചത്തുപോയവരുടെ ആത്മാക്കളല്ല പിശാച്. ചത്തുപോയവർ ചത്തുപോയി. ജീവിച്ചിരിക്കുന്നവൻ മരിക്കുമെന്നറിയുന്നു, മരിച്ചവനൊന്നും അറിയുന്നില്ല. പിന്നെ എങ്ങനെ ആത്മാവായിട്ട് വേണ്ടേ? അപ്പോ ഞാൻ നിന്നെ വിശുദ്ധ ദേവപർവ്വതത്തിൽ ഇരുത്തിയിരുന്നു. നീ അഗ്നിമയ രഥങ്ങളുടെ മധ്യേ സഞ്ചരിച്ചു പോന്നു. നിന്നെ സൃഷ്ടിച്ച നാൾ മുതൽ നിങ്ങൾ നീതികേട് കണ്ടതുവരെ നീ നടപ്പിൽ നിഷ്കളങ്കനായി. നിന്റെ വ്യാപാരത്തിന്റെ പെരുപ്പം നിമിത്തം നിന്റെ അന്തർഭാഗം സാഹസം കൊണ്ട് നിറഞ്ഞു. നീ പാപം ചെയ്തു. കണ്ടോ? അഹങ്കാരം കേറി മൂത്തു. അഹങ്കാരം കയറി മൂത്തു ഈ ദൂതന്റെ മഹാപ്രതാപത്തിന്റെ പേരിൽ. സോർ രാജാവിന് ഇങ്ങനെയാ സംഭവിച്ചത്. വേറൊരു രാജാവുണ്ട്, ബാബേൽ രാജാവായ നെബൂഖദ്നേസർ എന്ന് പറഞ്ഞൊരു രാജാവുണ്ട്. ആ രാജാവിനോടും ഈ ലൂസിഫറിനെ ഉപമിച്ചിട്ടുണ്ട്. അദ്ദേഹവും വളരെ ഒരു ഗർവിഷ്ഠനായി തീർന്ന രാജാവാണ്. ബാബിലോൺ ചക്രവർത്തിയായിരുന്ന നെബൂഖദ്നേസർ. അപ്പൊ നീ പാപം ചെയ്തു, അതുകൊണ്ട് ഞാൻ നിന്നെ അശുദ്ധനെന്നെണ്ണി ദേവപർവ്വതത്തിൽ നിന്ന് തള്ളിക്കളഞ്ഞു.
മറയ്ക്കുന്ന കെരൂബേ, ഞാൻ നിന്നെ അഗ്നിമയരഥങ്ങളുടെ മധ്യേ നിന്ന് മുടിച്ചു കളഞ്ഞു. നിന്റെ സൗന്ദര്യം നിമിത്തം നിന്റെ ഹൃദയം ഗർവിച്ചു. നിന്റെ പ്രഭ നിമിത്തം നീ നിന്റെ ജ്ഞാനത്തെ വഷളാക്കി. കണ്ട, ആ മഹാജ്ഞാനിയായിരുന്ന അദ്ദേഹത്തിന്റെ ജ്ഞാനത്തിനനുസരിച്ച് പ്രവർത്തിച്ചില്ല. ദൈവം ഏകനെന്ന് പിശാചുകൾ വിശ്വസിക്കുന്നുണ്ടെന്ന്. പിശാചുകള് ദൈവം ഏകനെന്ന് വിശ്വസിക്കും. നമ്മുടെ വിശ്വാസികളിൽ പലരും ദൈവം ത്രിയേകനെന്ന് വിശ്വസിക്കുന്നു. പിശാച് ദൈവം ഏകനെന്ന് വിശ്വസിക്കുന്നു. വിശ്വസിക്കുക മാത്രമല്ല, വിറയ്ക്കുകയും ചെയ്യുന്നു. പക്ഷേ പ്രവൃത്തിയില്ല. ദൈവം ഏകനാണെന്നുള്ള അറിവിൻ്റെ പ്രവൃത്തി പിശാചിനില്ല. അപ്പം ചില കാര്യമൊക്കെ പിശാച് ഇപ്പോഴും സത്യം പറയുന്നുണ്ട്. യേശുക്രിസ്തു ഇവിടെ ഭൂമിയിൽ വന്നപ്പോഴേ, നീ ദൈവപുത്രനാണെന്ന് ഞങ്ങൾക്ക് കൃത്യമായിട്ടറിയാം. നീ എന്താ സമയത്തിനു മുമ്പേ വന്നത്? ഞങ്ങളെ ദണ്ഡിപ്പിക്കാൻ സമയത്തിനു മുമ്പേ എന്താ വന്നതെന്ന് ചോദിക്കുന്നുണ്ട്. കർത്താവ് പറഞ്ഞ് മിണ്ടരുത്, മിണ്ടാതെ പോയിക്കോളാം. അപ്പൊ മറ്റേ പിശാചിന്റെ കൂട്ടുകാരെ വരും. ലൂസിഫറിന്റെ കൂട്ടുകാരാണ് ഈ ചോദിക്കുന്നത്. അദ്ദേഹം ദൈവസന്നിധിയിൽ നിന്ന് തള്ളപ്പെട്ടപ്പോ അദ്ദേഹത്തിന്റെ പുറകെ കുറെ ആളുകൾ പോന്നു. ആ ദൂതന്മാരാണ് കർത്താവ് വന്നപ്പോ ഇവിടെ അന്ന് യഹൂദിയിൽ നടന്ന് കർത്താവിന്റെ പുറകെ നടന്ന് പല കാര്യങ്ങളും പറഞ്ഞു. അപ്പൊ പിശാചിന് അവസാനമായൊരു നാശം ദൈവം തീരുമാനിച്ചിരിക്കുന്നു. അതിനെക്കുറിച്ച്, നിനക്ക് ശീഘ്രനാശം ഭവിച്ചിട്ട് നീ സദാകാലത്തേക്കും ഇല്ലാതെയാകും. 19-ാം വാക്യം, 28-ന്റെ 19-ാം വാക്യത്തിൽ നിനക്ക് ശീഘ്രനാശം സംഭവിച്ചിട്ട് നീ സദാകാലത്തേക്കും ഇല്ലാതെ. അപ്പൊ പിശാചിന്റെ ഉത്ഭവത്തെക്കുറിച്ചും പിശാചിന്റെ നാശത്തെക്കുറിച്ചും ഇവിടെ പറയും. നമുക്ക് യെശയ്യാവിന്റെ 14 പറയുന്ന ഭാഗം, 14:12 ചെയ്യാ. അരുണോദയപുത്രനായ ശുക്രാ, നീ എങ്ങനെ ആകാശത്തു നിന്ന് വീണു? ജാതികളെ താഴ്ത്തിക്കളഞ്ഞവനെ, നീ എങ്ങനെ വെട്ടേറ്റ് നിലത്ത് വീണു? ഞാൻ സ്വർഗത്തിൽ കയറും, എന്റെ സിംഹാസനം ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വയ്ക്കും. ഉത്തരദിക്കിന്റെ അതിർത്തിയിൽ സമാഗമ പർവ്വതത്തിന്മേൽ ഞാൻ ഇരുന്നരുളും. ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും. ഞാൻ അത്യുന്നതനോട് സമനാകും എന്നല്ലോ നീ ഹൃദയത്തിൽ പറഞ്ഞത്. അരുണോദയപുത്രനായ ശുക്ര. നമ്മള് യോബിന്റെ പുസ്തകത്തിൽ എങ്ങനെയാ വായിച്ചേ? പ്രഭാത നക്ഷത്രങ്ങൾ. ഇവിടെ അരുണോദയപുത്രൻ എന്ന് വിളിക്കുന്നു. പ്രഭാതത്തിലല്ലേ അരുണോദയം ഉണ്ടാകണേ, അല്ലേ? അപ്പോ സൃഷ്ടിയുടെ പ്രാരംഭം എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. സൃഷ്ടിയുടെ ആരംഭത്തിൽ സൃഷ്ടിക്കപ്പെട്ട രണ്ട് വ്യക്തികൾ, രണ്ട് പ്രഭാത നക്ഷത്രങ്ങൾ, യേശുക്രിസ്തുവും ലൂസിഫറുമാണ് നമ്മൾ നേരത്തെ പറഞ്ഞു. ഇവിടെ അദ്ദേഹത്തെ സംബോധന ചെയ്യുന്നത് അരുണോദയപുത്രനായ ശുക്രൻ എന്നാണ്. ബാബേൽ രാജാവ് ആയ നെബൂഖദ്നേസർ, അദ്ദേഹവും അരുണോദയപുത്രനാണ്. ഏതിൻ്റെ അരുണോദയം? ഭൂമിയിലെ ആദ്യത്തെ സർവലോക സാമ്രാജ്യം ആദ്യത്തേത് നെബൂഖദ്നേസറിൻ്റെയാണ്. അദ്ദേഹത്തെ അതുകൊണ്ടാണ് അരുണോദയപുത്രൻ എന്നുള്ള പേര് അദ്ദേഹത്തിന് യോജിക്കും. ആദ്യത്തെ സാർവലൗകിക സാമ്രാജ്യം നെബൂഖദ്നേസറിൻ്റെയാണ്. അപ്പോ നീ എങ്ങനെ ആകാശത്തു നിന്ന് വീണു? പേർഷ്യൻ ചക്രവർത്തിയായ കോരേശ്, ദാര്യാവേശ്
ബാബിലോൺ സാമ്രാജ്യത്തെ കീഴടക്കി അധികാരത്തിൽ വന്നു. നീ എങ്ങനെ ആകാശത്ത് നിന്ന് വീണു? നിന്റെ അധികാരം എങ്ങനെ നഷ്ടപ്പെട്ടു എന്ന. ആകാശം എന്ന് പറയുമ്പോൾ അധികാരത്തിൻ്റെ ഒരു പര്യായമാണ്. നീ എങ്ങനെ ആകാശത്ത് നിന്ന് വീണു? ജാതികളെ താഴ്ത്തിക്കളഞ്ഞവനെ, നീ എങ്ങനെ വെട്ടേറ്റ് നിലത്ത് വീണു? ഞാൻ സ്വർഗത്തിൽ കയറും, എൻ്റെ സിംഹാസനം ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വയ്ക്കും. ഇത് ആരുടെ മനോഗതമാണ്? പിശാചിനെ ബാബിലോൺ ചക്രവർത്തിയോട് ഉപമിച്ചുകൊണ്ട് പ്രവാചകൻ എഴുതുന്നതാണ്. ഞാൻ സ്വർഗത്തിൽ കയറും. നെബൂഖദ്നേസർ എങ്ങനെയാ സ്വർഗത്തിൽ കയറുന്നത്? അല്ലേ? അദ്ദേഹം സ്വർഗത്തിൽ പോവോ? സ്വർഗത്തിൽ പോകാനുള്ള യോഗ്യത ഒന്നുമില്ല. അതിനുള്ള കാലമല്ലായിരുന്നു അദ്ദേഹത്തിൻ്റെ കാലം. അതുകൊണ്ട് അയാളെക്കുറിച്ചല്ല ഇത്. ഇത് ഈ ലൂസിഫറിനെ കുറിച്ചാ, ഈ ദൂതനെ കുറിച്ചാ. നീ എങ്ങനെ വെട്ടേറ്റ് നിലത്ത് വീണു? എൻ്റെ സിംഹാസനം ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വയ്ക്കും. ഇതൊരു പരിധിയോളം ശരിയാ. ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ദൂതന്മാരാണ്. ഒരു പറ്റം ദൂതന്മാരെ ലൂസിഫർ വശീകരിച്ചെടുത്തു. അത് നമുക്ക് മറ്റൊരു വിഷയമായിട്ട് പഠിക്കാം, പിശാചിൻ്റെ കൂടെയുള്ള ദൂതന്മാരെ കുറിച്ച്. അതാണ് എൻ്റെ സിംഹാസനം ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വയ്ക്കും. ഉത്തരദിക്കിൻ്റെ അതിർത്തിയിൽ സമാഗമ പർവ്വതത്തിൽ ഞാൻ ഇരുന്നരുളും. ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും. അത് ആദ്യം പറഞ്ഞ കാര്യം തന്നെയാണ്. ഞാൻ സ്വർഗത്തിൽ കയറും, എൻ്റെ സിംഹാസനം ദൈവത്തിൻ്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വയ്ക്കും എന്ന് പറഞ്ഞ കാര്യം തന്നെയാണ്. ഞാൻ അത്യുന്നതനോട് സമനാകും. കണ്ടോ? അതാണ് ഏറ്റവും വലിയ പിശാചിന് പറ്റിയ തെറ്റ്. ഞാൻ അത്യുന്നതനോട് സമനാകും. ഇവിടെ യഹോവയെ കുറിച്ച് പറയുമ്പോൾ തമ്മിൽ ഒത്തുവരത്തക്കവണ്ണം നിങ്ങൾ എന്നെ ആരോട് ഉപമിക്കും എന്ന് യഹോവ ചോദിക്കുക. തമ്മിൽ ഒത്തുവരത്തക്കവണ്ണം എന്നെ ആരോട് ഉപമിക്കും? സമുദ്രത്തിലെ വെള്ളത്തെ വിളിച്ചു വരുത്തി ഭൂതലത്തിൽ മഴ പെയ്യിക്കുന്നവൻ ഞാനല്ലയോ? മറ്റൊരു ദൈവത്തിനും സാധ്യമല്ല ആ കാര്യം. ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച യഹോവ എന്നൊക്കെയുള്ള വിശേഷണങ്ങൾ ഞാൻ എൻ്റെ മഹത്വം മറ്റൊരുത്തിനും വിട്ടുകൊടുക്കയില്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ആ സ്ഥാനത്ത് പിശാച് എന്താ പറയുന്നത്? ഞാൻ അത്യുന്നതനോട് സമനാകും എന്ന് പറഞ്ഞു. എന്നാൽ നീ പാതാളത്തിലേക്ക്, നാശകൂപത്തിൻ്റെ അടിയിലേക്ക് തന്നെ വീഴും. പിശാചിൻ്റെ സമ്പൂർണ്ണ നാശത്തെക്കുറിച്ച് നമ്മൾ എസെക്കിയേലിൽ നമ്മൾ വായിച്ച് അവസാനം. എന്നാൽ നീ പാതാളത്തിലേക്ക്, നാശകൂപത്തിൻ്റെ അടിയിലേക്ക് തന്നെ വീഴും. നിന്നെ കാണുന്നവർ നിന്നെ ഉറ്റുനോക്കി ഭൂമിയെ നടുക്കുകയും രാജ്യങ്ങളെ കുലുക്കുകയും ഭൂതലത്തെ മരുഭൂമി പോലെ ആക്കുകയും അതിലെ പട്ടണങ്ങളെ ഇടിച്ചു കളയുകയും തൻ്റെ ബദ്ധന്മാരെ വീട്ടിലേക്ക് അയച്ചുവിടാതിരിക്കുകയും ചെയ്തവൻ ഇവനല്ലയോ എന്നു നിരൂപിക്കും. ഭൂതലത്തെ മരുഭൂമി പോലെ ആക്കി ആര്? പിശാച്. അല്ലേ? ഈ പിശാചിൻ്റെ ഉപദേശം കൊണ്ട്
ഈ ഭൂതലം ഇന്ന് മരുഭൂമി പോലെയായി തീർന്നിരിക്കുക. ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളെല്ലാം നഷ്ടപ്പെട്ടു. പിശാചിൻ്റെ ഉപദേശം കേട്ട് കൽപ്പന ലംഘിച്ചതുകൊണ്ട് നിന്റെ നിമിത്തം ഭൂമി ശപിക്കപ്പെട്ടിരിക്കണു എന്ന് പറഞ്ഞ് ദൈവം ഈ ഭൂമിയെ ശപിച്ചു. അങ്ങനെ ഭൂതലത്തെ മരുഭൂമി പോലെയാക്കി. ഈ അവസ്ഥയാണെന്ന് എല്ലാവർക്കും മനസ്സിലാകും. അപ്പോൾ പിശാചിനെ കുറിച്ച് നമ്മൾ അടിസ്ഥാനമായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം, അദ്ദേഹം ഒരു വ്യക്തിയാണ്. അദ്ദേഹം ദൈവത്തിൻ്റെ മഹത്തരമായൊരു സൃഷ്ടിയാണ്. ദൂതന്മാരിൽ ഉന്നതനാണ്, മാതൃകാ മുദ്രയാണ്, ജ്ഞാനസമ്പൂർണനാണ്. അങ്ങനെ മഹാവ്യക്തിത്വമുള്ള ഒരു ആളായിട്ടാണ് പിശാചിനെ പറഞ്ഞിരിക്കുന്നത്. ഈ പിശാചാണ് നിങ്ങളിൽ ചിലരെ തടവിലാക്കാൻ പോകുന്നു. കണ്ടോ? ആരെയാ? അപ്പോസ്തലന്മാരുടെ ഉപദേശങ്ങൾ കേട്ടുവന്ന സത്യവിശ്വാസികളെ തടവിലാക്കുന്നു. ദൈവത്തിൻ്റെ പ്ലാനുകൾ തെറ്റിക്കുന്നതിന് വേണ്ടി പിശാച് ആദ്യം ചെയ്തു ഇതാ. ദൈവത്തിൻ്റെ വചനങ്ങളും പ്ലാനുകളും തെറ്റിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന സ്വഭാവമാണ് അന്നു മുതൽ ഇന്നു മുതൽ ഇവരെയും പിശാചിനുണ്ട്. പിശാചിനെ കുറിച്ച് ഒരു വാക്യം കൂടെ വായിച്ചിട്ട് നമുക്ക് ഈ ഭാഗം അവസാനിപ്പിക്കാം. യോഹന്നാന്റെ സുവിശേഷം 8:44 വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ പിശാചിനെ ഒരു സ്ഥാനപ്പേര് പറയുന്നുണ്ട്. കിട്ടിയോ? ആ, നിങ്ങൾ പിശാച് എന്ന പിതാവിന്റെ മക്കൾ, നിങ്ങളുടെ പിതാവിന്റെ മോഹങ്ങളെ ചെയ്യുവാനും ഇച്ഛിക്കുന്നു. അവൻ ആദ്യം മുതൽ കൊലപാതകനായിരുന്നു. അവനിൽ സത്യമില്ലായക കൊണ്ട് സത്യത്തിൽ നിൽക്കുന്നതുമില്ല. അവൻ ഭോഷ്ക് പറയുമ്പോൾ സ്വന്തത്തിൽ നിന്ന് എടുത്തു പറയുന്നു. അവൻ ഭോഷ്ക് പറയുന്നവനും അതിന്റെ അപ്പനും ആകുന്നു. മതി. അവിടെ പിശാചിനെ കുറിച്ച്, നിങ്ങൾ പിശാച് എന്ന പിതാവിന്റെ മക്കൾ. ഒന്ന് വെളിച്ചങ്ങളുടെ പിതാവ്, ഒന്ന് ദൂഷണങ്ങളുടെ പിതാവ്, അസത്യത്തിൻ്റെ പിതാവ്, ഭോഷ്കിൻ്റെ പിതാവ്, സ്വന്തമായതിൽ നിന്ന് അഭിപ്രായം പറയുന്ന ആള്. ദൈവത്തിൻ്റെ വചനമൊന്നും പിശാചിന് വിഷയമല്ല. അവൻ ഭോഷ്ക് പറയുന്നവനും അതിൻ്റെ അപ്പനുമാകുന്നു. അപ്പൊ പിശാച് എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ഭോഷ്ക് പറയുന്നവനാ. അവൻ പറഞ്ഞ ഭോഷ്ക് എന്താ? ഏദൻ തോട്ടത്തിൽ ആദാമിനോടും ഹവ്വയോടും പറഞ്ഞ ഭോഷ്ക് എന്താ? നിങ്ങൾ മരിക്കയില്ല നിശ്ചയം എന്നാണ്. അതാണ് ആദ്യം അദ്ദേഹം പറഞ്ഞ ഭോഷ്ക്. പിന്നെ പിശാചിന് മറ്റൊരു പേരുള്ളത് സാത്താൻ എന്ന. സാത്താൻ എന്ന് പറഞ്ഞാൽ എതിരാളി എന്ന. ദൈവത്തിൻ്റെ വചനങ്ങൾക്ക് എതിരായിട്ട് നിൽക്കുന്ന ആള്, അതാണ് സാത്താൻ. അപ്പോൾ ലൂസിഫറിന് 2 വിശേഷണങ്ങളാണ്, ഭോഷ്കിൻ്റെ പിതാവെന്നും സാത്താനെന്നും. അപ്പോൾ ഈ 2 പേരുകൾ അറിയപ്പെടുന്ന മറ്റൊരു പേര് അദ്ദേഹത്തിനുണ്ട്. പഴയ പാമ്പായ മഹാസർപ്പം എന്നൊരു പേരുണ്ട്. അത് നമ്മൾ വെളിപ്പാട് പുസ്തകത്തിലേക്ക് പിന്നെ വരുമ്പോൾ പഠിക്കാം. അപ്പോൾ പിശാചിനെക്കുറിച്ച്, വ്യക്തിത്വത്തെക്കുറിച്ച് നമ്മൾ വ്യക്തമായ ഒരു അറിവുണ്ടെങ്കിലേ നമ്മൾ ഇനി അടുത്തു വരുന്ന ഭാഗങ്ങളെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ആ വിഷയം അവസാനിപ്പിക്കാം.